കണ്ണൂർ ചെറുപുഴയിൽ പ്രളയരക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട മരിച്ച ആർ രാജേഷിന്റെ വിയോഗം നാടിനെയാകെ പിടിച്ചുലച്ചതാണ്. അച്ഛന്റെ മുഖം കാണണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ രാജേഷിന്റെ മൂത്ത മകൻ 9ാം ക്ലാസ്സുകാരൻ അർഷനെയും രണ്ടാമത്തെ മകൻ 8ാം ക്ലാസ്സുകാരൻ അഭിഷേകിനെയും കണ്ണീരോടെയല്ലാതെ നമുക്ക് ചേർത്ത് നിർത്താനാകില്ല. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുള്ളതിനാൽ മുഖം പൊത്തിയാണ് കൊണ്ടുവന്നത്. പൊതുദർശനത്തിന് വെച്ചപ്പോൾ അച്ഛന്റെ മുഖമൊന്ന് കാണാനായി ഇരുവരും അലമുറയിട്ട് കരഞ്ഞു. അന്തിമോപചാരമർപ്പിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയപ്പോൾ ആ കുരുന്നുകളുടെ കരച്ചിലിന് മുന്നിൽ അദ്ദേഹം നിസ്സഹായനായി നിന്നു. കണ്ണീരണിഞ്ഞ് ആ കുരുന്നുകളെ ചേർത്തുപിടിച്ചു. കുടുംബത്തിന് കൈത്താങ്ങാവുകയാണ് സർക്കാർ. രാജേഷിന്റെ പേരിൽ പഞ്ചായത്ത് ലൈഫ് മിഷൻ വഴി കിട്ടിയ വീടിന്റെ പണി പൂർത്തിയാക്കാൻ സർക്കാർ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. കണ്ണൂര് ചെറുപുഴയിൽ പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ രാജേഷിന്റെ വിയോഗം വലിയ വേദനാജനകമാണ്. മുൻപും പ്രളയകാലത്ത് ഇദ്ദേഹം ഈ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ജീവൻ തണവൽഗണിച്ചാണ് അദ്ദേഹം മറ്റൊരാൾക്ക് ജീവന്റെ വെളിച്ചം നൽകിയത്. രാജേഷിന്റെ അപ്രതീക്ഷിത വിയോഗത്തിലൂടെ എല്ലാം നഷ്ടപ്പെട്ട കുടുംബത്തിന് കൈത്താങ്ങായി രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് എം വിൻസെന്റ് MLA മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.